നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു നിമിഷത്തിൽ എന്താണ് നിങ്ങളെക്കുറിച്ച് സീക്രട്ട് ആയിട്ട് ചിന്തിക്കുന്നത് എന്ന്. സീക്രട്ട് തോട്ട്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് അട്രാക്ഷൻ തോന്നുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് എന്നവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ പേർക്കും ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ്. കുറച്ച് നാള് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം അതിൻ്റെ ഒരു സ്ട്രെങ്ത് കുറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ചിലപ്പോൾ ബ്രേക്കപ്പിലോ സെപ്പറേഷനിലോ ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ സെപ്പറേഷനിലാകുന്ന മൊമെന്റിൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട്. നിങ്ങളോട് തിരികെ വരണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പലരും ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത്. യെസ്, അവര് പക്ഷേ ഈ ഒരു സമയത്ത് അവരൊരു ആക്ഷനും എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അതിന് വേണ്ടിയിട്ടുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവുന്നില്ല. മേ ബി അവരായിട്ട് തന്നെ ചെയ്തു പോയിട്ടുള്ളൊരു മിസ്റ്റേക്ക് കാരണമായിരിക്കാം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായത്. ഓക്കെ. പക്ഷെ അവർക്ക് നിങ്ങളോട് ഫിസിക്കലി ആൻഡ് സ്പിരിച്വലി ഒരുപാട് കണക്ഷൻ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളെ നേരിൽ കാണണമെന്ന് അവരിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളെ കുറിച്ചാണ് അവര് സ്വപ്നം കാണുന്നത്. ഓക്കെ. ആൻഡ് പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ എങ്കിൽ പോലും ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ബ്രേക്കപ്പിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ ആയത് കാരണം അവരുടെ ലൈഫിൽ ഒരു കാര്യത്തിലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സാഹചര്യം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം, സ്പിരിച്വലി മൂവ് ചെയ്യുന്നുണ്ടാവാം. ചില സമയങ്ങളിൽ നിങ്ങളായിട്ട് തന്നെ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകുന്നതായിട്ടുള്ള ഫീൽ അവർക്ക് തോന്നുന്നുണ്ട്. ആൻഡ് അവരുടെ ലൈഫിൽ നിങ്ങളായിട്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ലൈഫിനൊരു ബ്രൈറ്റ്നെസ് തന്നെ കൊണ്ടുവന്നത് നിങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷം അവരുടെ ലൈഫിൽ നിലനിർത്തണം എന്നവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ കരിയറുമായിട്ടോ ഫിനാൻഷ്യലായിട്ടോ ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് സെപ്പറേഷൻ ഉണ്ടാവുന്നത് എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അവർ കൂടുതലായിട്ട് സെൽഫ് ഫോക്കസ്ഡ് ആവുന്നുണ്ട് ചില സമയങ്ങളിൽ. അതിൻ്റെ പേരിൽ നിങ്ങളെ ഒരുപാട് തവണ അവർ അവഗണിച്ചിട്ടുമുണ്ട്. ഓക്കെ. എങ്കിലും അവർക്ക് ഈ സെപ്പറേഷൻ പീരീഡിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങളെ മിസ് ചെയ്യുന്നതും ഒരു ലോസ് ഫീലിംഗ് ഉണ്ടാവുന്നതും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിങ്ങളുടെ ആ ഒരു റിയൽ വാല്യൂ, നിങ്ങളുടെ ലവ് എനർജി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേഷനാണ്. ചിലപ്പോൾ ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, ചിലപ്പോൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ സെപ്പറേഷനിൽ നിങ്ങൾക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവാണ്. ചിലപ്പോൾ ട്വിൻ ഫ്ലെയിം റെക്കഗ്നേഷൻ ഉണ്ടാവുന്നതായിരിക്കാം. ഓക്കെ. അതിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത്. പക്ഷെ നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് മനസ്സിലാവുന്നുണ്ട്. സെപ്പറേറ്റഡ് ആവുന്ന സമയത്ത് പരസ്പരം എങ്ങനെയാണ് മിസ് ചെയ്യുന്നത്, എത്രത്തോളമാണ് മിസ് ചെയ്യുന്നത്, നിങ്ങളുടെ ആ ഒരു ആത്മബന്ധം എത്രമാത്രം ആഴമേറിയതാണ് എന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും മനസ്സിലാവുന്നുണ്ടാവാം. ഓക്കെ. അതുകൊണ്ട് ഈ സെപ്പറേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന്റെ ആഴം കൂട്ടാനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് കാണുന്നത്. ഓക്കെ. ഓരോ തവണ സെപ്പറേറ്റഡ് ആവുമ്പോഴും നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ റിലേഷൻഷിപ്പിന്റെ ഒരു സീക്രട്ട്. ഓക്കെ. അത്രയധികം ഡെപ്ത് ഉള്ളൊരു കണക്ഷൻ ആണെന്നത് കാണുന്നുണ്ട്. എത്ര തന്നെ നിങ്ങൾ അകന്നു പോയിരുന്നാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം നിങ്ങൾ വീണ്ടും ഒന്നിച്ച് ചേരുമെന്നുള്ളത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെയധികം എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഒരു എക്സ്പെക്റ്റേഷനോട് കൂടി മാത്രമാണ് നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഇനിയും നമ്മൾ ഒന്നിക്കും, ഒന്നിച്ച് ചേരും എന്ന് രണ്ടുപേരും മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ഓരോ തവണയും സെപ്പറേറ്റഡ് ആവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന വ്യക്തികൾ
കൂടുതൽ ചേസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ആ എനർജി നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വളരെ വേഗം തന്നെ തിരികെ വരുന്നതായിരിക്കും. ഓക്കെ. യെസ്. അവര് ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അവര് എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും, എന്ത് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നാലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അവര് നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്. അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയിട്ടുള്ള ഒരു വ്യക്തി, ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ ഒരുപാട് തവണ അവർക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. അവർക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്, മെൻ്റലി സപ്പോർട്ട് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരിക്കലും മിസ് ചെയ്യാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ അവർ ഒരുപാട് വൂണ്ടഡ് ആണ്. ദാറ്റ് മീൻസ് അവരുടെ ലൈഫിൽ നിങ്ങളെപ്പോഴും നഷ്ടമാകുന്ന സമയത്തെല്ലാം അവർക്ക് വളരെ ആഴത്തിലുള്ള വേദനയാണ് ഉണ്ടാവുന്നത്. മേ ബി അത് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ. അവരുടെ ലൈഫിൽ ഒത്തിരി ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ഒത്തിരി നെഗറ്റീവ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങളിൽ എപ്പോഴും പ്രതീക്ഷയാണ്. നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ മാത്രമേ അവരുടെ ലൈഫിന് ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്നതായിരിക്കും. ഓക്കെ. ഐ കാൺട്ട് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. ഓക്കെ. അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നിങ്ങളെ ഒഴിവാക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ഓൾവേസ് യു ആർ ഇൻ മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളാണ് എന്ന് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. മൈ സീക്രട്ട് ലവ് ഫോർ യു. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ്. അവർ നിങ്ങളെ ഒരുപാട് വളരെ സീക്രട്ട് ആയിട്ടുള്ള സ്നേഹം, അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സ്നേഹം അവരിലുണ്ട് എന്ന് പറയുന്നു. ഐ ട്രൈ ടു ഹൈഡ് മൈ പെയിൻ. ഐ നോ യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. യെസ്. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്ന ഈ മെസ്സേജസിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ആ വ്യക്തി പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാതെ ഹൈഡ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അവരുടെ ഉള്ളിൽ ഒരുപാട് വേദന ഇപ്പോൾ അവർക്ക് ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത്. അവരൊരുപാട് വൂണ്ടഡ് ആണ്. ആ ഒരു പെയിനൊന്നും അവർ നിങ്ങളെ അറിയിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ആൻഡ് വിൽ യു വെയിറ്റ് ഫോർ മീ? അവര് നിങ്ങളോട് ചോദിക്കുകയാണ്, അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ? സം ഫാമിലി ഇഷ്യൂസ് ഇൻ മൈ ലൈഫ് നൗ. അവരുടെ ലൈഫിലിപ്പോൾ എന്തൊക്കെയോ ഫാമിലി ഇഷ്യൂസ് നടക്കുന്നുണ്ടാവാം. ഐ ഹെസിറ്റേറ്റ് ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ്. യെസ്. പ്ലീസ് ഫോർഗീവ് മീ ആൻഡ് കം ബാക്ക്. യെസ്. ഡെഫിനറ്റ്ലി അവർ നിങ്ങളിൽ നിന്നും അവരുടെ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരോട് ക്ഷമിക്കുക. തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് നിങ്ങൾ തിരികെ വരണമെന്ന് അവർ അഭ്യർത്ഥിക്കുന്നുണ്ട്.